മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മേഘനാഥനാണെങ്കിൽ സന്തോഷത്തോടു കൂടി തന്നെ ദുർഗയുടെ വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദുർഗയോടായിട്ട് പറയുന്നുണ്ട്, അപ്പച്ചിയുടെ കറികൾക്കെല്ലാം എന്തൊരു ടേസ്റ്റാണ്, ഇത്രയും നാളും ഞാൻ കഴിച്ചിട്ടെങ്കിലും പക്ഷേ കഴിച്ചതായിട്ട് എനിക്ക് തോന്നാറില്ല, എൻ്റെ വയറ് പോലും നിറയാറില്ല, പക്ഷേ ഇന്ന് എൻ്റെ വയറ് നിറഞ്ഞ് ഞാൻ മുഴുവനും കഴിക്കുമെന്നെല്ലാം പറഞ്ഞ് സന്തോഷത്തോടു കൂടി കഴിക്കുന്നത് കണ്ട് കരുണയും ഉണ്ണിയും ആണെങ്കിൽ വളരെ സന്തോഷിക്കുന്നു. അങ്ങനെ കരുണയോടായിട്ട് മേഘനാഥൻ പറയുന്നുണ്ട്, മോളെ നന്നായിട്ട് തന്നെ ഭക്ഷണം കഴിച്ചോ, നാളെ കണ്ണൻ്റെ ബോഡി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നെ വിശന്നാലും നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഭക്ഷണം കഴിച്ചോളൂ എന്ന് കരുണയോട് പറയുമ്പോൾ കരുണ പറയുന്നുണ്ട്, അതൊക്കെ എൻ്റെ മുത്തശ്ശി എന്തെങ്കിലും കവറിനകത്താക്കി കൊണ്ടുവരും, അപ്പോൾ പിന്നെ ഈ പ്രശ്നമില്ലല്ലോ മേഘേട്ട എന്ന് പറയുന്നുണ്ട്. ദുർഗയാണെങ്കിൽ കരുണയോടായിട്ട് ചോദിക്കുന്നുണ്ട്, മോളെ അച്ഛനും മുത്തശ്ശിയൊക്കെ നാളെ രാവിലെ തന്നെ ഇങ്ങോട്ട് വരില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും കരുണ പറയുന്നുണ്ട്, ഇല്ല അമ്മേ, അവരെല്ലാം ബോഡി കൊണ്ടുവന്നതിന് ശേഷമേ വരുള്ളൂ, അല്ലെങ്കിൽ മഞ്ജുവിനും ലക്ഷ്മിക്കുമെല്ലാം എന്തെങ്കിലും സംശയം തോന്നില്ലേ, അതുകൊണ്ട് പിന്നെ വീട്ടിലുള്ള അമ്മയ്ക്കും എന്തെങ്കിലും സംശയം തോന്നും, അതുകൊണ്ട് ബോഡി കൊണ്ടുവന്നതിന് ശേഷമേ അവർ വരുള്ളൂ എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോഴേക്കും മേഘനാഥൻ പറയുന്നുണ്ട്, ഇനി ആർക്ക് സംശയം തോന്നിയാലും ഒരു കുഴപ്പമില്ല, നമ്മുടെ ടാർഗറ്റിലുള്ള 2 തീർന്നില്ല എന്നെല്ലാം പറയുന്നുണ്ട്. ആ സാഗറിൻ്റെ കാര്യം ഇനി എങ്ങനെയാണ് മേഘേട്ട എന്ന് ചോദിക്കുമ്പോഴേക്കും സാഗറിനെ ഇനി ഹോസ്പിറ്റലിൽ നിന്നും വന്നിട്ട് വേണ്ടി അവൻ്റെ കാര്യം നേടാൻ, അതുകൊണ്ട് അവൻ അവിടെ കൊണ്ട് തീർന്നോളൂ എന്നെല്ലാം മേഘനാഥനാണെങ്കിൽ പറയുന്നുണ്ട്. പിന്നീട് കണ്ണൻ അനന്തുവിനോടായിട്ട് പറയുന്നുണ്ട്, ആ സസ്പെൻസ് ഇന്ന് തന്നെ പൊളിക്കണം അനന്തു, അല്ലാതെ കാര്യമില്ല, അവരുടെ എല്ലാവരുടെ സന്തോഷത്തിന് ഇന്നൊരു തിരശ്ശീല വീഴണമെന്നെല്ലാം കണ്ണൻ പറയുമ്പോഴേക്കും അനന്ത് പറയുന്നുണ്ട്, നീ സൂക്ഷിക്കണം കണ്ണ, നിനക്ക് ശത്രുക്കൾ ഒരുപാടുണ്ട്, അതുകൊണ്ട് നീ കാര്യമായിട്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അനന്തുവിനോടും ലേഖയോടുമുള്ള യാത്ര പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മി കണ്ണനും കമലേശ്വരത്തോട്ട് പോകാൻ വേണ്ടി ഇറങ്ങുകയാണ്. അപ്പോഴേക്കും അനന്തുവിനോടായിട്ട് പണ്ണം പറയുന്നുണ്ട്, ഈ സസ്പെൻസ് ഇന്ന് തന്നെ പൊളിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ലായിരുന്നു, അത് നാളെ ആകാമെന്നാണ് ഞാൻ ചിന്തിച്ചത്, പക്ഷേ അത് വേണ്ട, ഈ സസ്പെൻസ് ഇന്ന് തന്നെ പൊളിച്ച് അവരുടെ സന്തോഷം ഇന്ന് തന്നെ എനിക്ക് കെടുത്തണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാനിപ്പോൾ തന്നെ പോകുന്നതെന്നെല്ലാം പറയുന്നുണ്ട്. പിന്നീട് ഇവർ പോകുന്നത് കൊണ്ട് വളരെ സങ്കടത്തോടു കൂടി തന്നെ ലേഖ പറയുകയാണ് അനന്തുവിനോട്, എന്താണെങ്കിലും കണ്ണേട്ടൻ്റെ തറവാട്ടിലോട്ട് പോകുന്നത് കാണുമ്പോൾ അത് നമുക്ക് വല്ലാത്തൊരു തലവേദനയാണല്ലോ അനന്തുവേട്ട എന്ന് പറയുകയാണ്. അങ്ങനെ കമലേശ്വരത്ത് എത്തുകയാണ് കണ്ണനും മഹിയും. അങ്ങനെ എല്ലാവരും വളരെ സന്തോഷത്തിൽ തന്നെ കിടന്നുറങ്ങുകയാണ്. അതേസമയം കണ്ണനും മഹിയും കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഉറങ്ങിയോ എന്ന് ഇങ്ങനെ അതിശയിച്ച് തന്നെ കണ്ണനും മഹിയും നോക്കുന്നുണ്ട്. അപ്പോഴേക്കും കണ്ണൻ പറയുന്നുണ്ട്, എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി തന്നെ കിടന്നുറങ്ങുകയാണ്, അതുകൊണ്ട് നമുക്കൊരു പണി ചെയ്യാം, അവരെ വിളിച്ചുണർത്തി ആ സസ്പെൻസ് അങ്ങോട്ട് തീർക്കാമെന്നെല്ലാം കണ്ണൻ പറയുന്നുണ്ട്. അങ്ങനെ മഹാലക്ഷ്മി ആണെങ്കിൽ പന്തലിൽ വെച്ചിരുന്ന അയ്യപ്പ വിഗ്രഹം എടുത്ത് പൂജാ റൂമിൽ വെക്കാൻ വേണ്ടി തന്നെ എടുത്ത് കയ്യിൽ പിടിക്കുന്നുണ്ട്. അതിനുശേഷം ഡോറിൻ്റെ ബെല്ലടിക്കുന്നുണ്ട്. അപ്പോഴേക്കും എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് ഡോറിൻ്റെ ബെല്ലടി കേട്ട് ഉണ്ണിയും കരുണയും ദുർഗയും എല്ലാം ചാടി എഴുന്നേൽക്കുകയാണ്. അങ്ങനെ നല്ല ഉറക്കത്തിലായിരുന്ന ഉണ്ണിയാണെങ്കിൽ പെട്ടെന്ന് എഴുന്നേറ്റിട്ട് കരുണയോടായിട്ട് പറയുന്നുണ്ട്, ആരോ ഡോറിൽ ബെല്ലടിക്കുന്നുണ്ടല്ലോ, ആരായിരിക്കുമോ വിളിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും കരുണ പറയുന്നുണ്ട്, മിക്കവാറും ഡെഡ് ബോഡി കൊണ്ടുവന്നതായിരിക്കും ഉണ്ണിയേട്ടാ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് എഴുന്നേറ്റ് താഴോട്ട് പോകാം, അയാളുടെ ബോഡി ആയിരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാവരും ചാടി എഴുന്നേൽക്കുകയാണ്. അങ്ങനെ ഡോറ് തുറന്ന് ദുർഗയാണെങ്കിൽ പുറത്തിറങ്ങുമ്പോഴേക്കും മഹാലക്ഷ്മിയെ കാണുന്നതും ദുർഗയ്ക്കാണെങ്കിൽ വളരെയേറെ ദേഷ്യമാകുന്നുണ്ട്. അങ്ങനെ മഹാലക്ഷ്മിയുടെ അടുത്ത് ചാടിത്തുള്ളിക്കൊണ്ട് തന്നെ ദുർഗ ചെല്ലുന്നുണ്ട്. എടി, നീ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് പോയിട്ട് നീ എന്താടി അവൾക്ക് കൊടുത്തതെന്നെല്ലാം ചോദിച്ചുകൊണ്ട് വളരെ ദേഷ്യപ്പെടുന്നത് കണ്ട് കരുണയ്ക്കാണെങ്കിൽ വളരെ സന്തോഷമാകുന്നു. അവൾക്ക് എന്താണ് സംഭവിച്ചതെന്നല്ലൊക്കെ ചോദിച്ചുകൊണ്ട് വളരെ ദേഷ്യപ്പെടുന്ന ദുർഗയോടായിട്ട് കണ്ണൻ പറയുന്നുണ്ട്, അവൾക്കൊന്നും സംഭവിച്ചിട്ടില്ല, ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തോട്ട് വരികയാണ് കണ്ണൻ. മഞ്ജുവിനും എനിക്കും ഒന്നും സംഭവിച്ചിട്ടില്ല, അത് ഓർത്ത് ആരും സങ്കടപ്പെടേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കണ്ണൻ വരുന്നുണ്ട്. അതുകണ്ട് എല്ലാവരും ഞെട്ടിപ്പോവുകയാണ്. മരിച്ചുപോയ ഒരാളിലെ മുന്നിൽ വന്ന് നിൽക്കുന്നതെന്ന് കണ്ട് എല്ലാവരും ആകെ ഷോക്കായി നിൽക്കുകയാണ്. അങ്ങനെ ഉണ്ണിയും കരുണയും മേഘനും ദുർഗയും എല്ലാം ആകെ വെപ്രാളപ്പെട്ടുകൊണ്ട് തന്നെയാണ് കണ്ണനെ നോക്കുകയാണ്. അങ്ങനെ മേഘനെ കണ്ടതോടുകൂടി കണ്ണൻ ചോദിക്കുന്നുണ്ട്, നിന്നോട് ഇവിടെ വരരുതെന്നല്ലേ പറഞ്ഞത്, പിന്നെ നീ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ഒന്നും മിണ്ടാതെ തന്നെ നിൽക്കുകയാണ് മേഘൻ. ഞാൻ മരിച്ചു എന്ന് കരുതി എന്തുമാകാമെന്ന് വിചാരിച്ചു കൊണ്ടായിരിക്കുമല്ലേ നീ ഇവിടെ നിന്നത്, അതുകൊണ്ട് എൻ്റെ ബോഡി കൊണ്ടിരുന്നത് നോക്കിയാണല്ലേ നിങ്ങളെല്ലാം ഇവിടെ ജീവിക്കുന്നതെന്നെല്ലാം ചോദിച്ചുകൊണ്ട് കണ്ണൻ ദേഷ്യപ്പെടുന്നുണ്ട്. കണ്ണനെ കണ്ടതും എല്ലാവർക്കും കിളി പാറിയതുപോലെ തന്നെ നിൽക്കുകയാണ്. ആർക്കും ഒരു വാ പോലും മിണ്ടാൻ പറ്റാതെ സ്തംഭിതരായി തന്നെ നിൽക്കുകയാണ് എല്ലാവരും. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.